വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല പ്രതികരണമാണ്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇപ്പം തന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ഉൾപ്പെടെ നടന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. തീർച്ചയായിട്ടും അതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരുടെയും പിന്തുണ നല്ല നിലയിൽ തന്നെ ലഭിക്കുന്നുണ്ട്. സന്തോഷം. ഈ നമ്മൾ ഓൾ കേരള ലെവൽ നോക്കുകയാണെങ്കിൽ LDFിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രചരണം എന്നുള്ളത് ഈ കിഫ്ബി പദ്ധതി വഴി പൂർത്തീകരിച്ച കാര്യങ്ങളാണ്. അത് UDF അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് അക്കാര്യത്തിൽ എന്താണ് നിലപാടെന്ന് നമ്മൾ വോട്ടർമാരെ സമീപിക്കുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? അപ്പോൾ കിഫ്ബി വഴി പൂർത്തീകരിച്ചതാണ്. നമസ്കാരം. കിഫ്ബി വഴി പൂർത്തീകരിച്ചാണ് നമ്മുടെ കാത്ത് ലാബ് 8000 പേര് ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ ചെയ്തു. അപ്പോൾ സ്വകാര്യ ആശുപത്രി പോകണമെങ്കിൽ 6 ലക്ഷം രൂപ ഇവിടെ സൗജന്യമായിട്ട് ചെയ്യുന്നു. അപ്പോൾ അതാണ് കിഫ്ബി വഴി. ഇപ്പോൾ നമ്മുടെ കോഴഞ്ചേരി സ്കൂൾ കിഫ്ബി വഴി പൂർത്തീകരിച്ചതാണ്. കോഴഞ്ചേരി മണ്ണാരക്കുളഞ്ഞി റോഡ് കിഫ്ബി വഴി പൂർത്തീകരിച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് അനുഭവവേദ്യം. കിഫ്ബി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ കാത്ത് ലാബ് വരുമായിരുന്നോ? കാരണം 10 കോടി രൂപയല്ലേ ഇതിന് വരുന്നത്. ഇപ്പോൾ കോഴഞ്ചേരി ജില്ലാ ആശുപത്രി നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തല്ലോ, കിഫ്ബി വഴിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അടിസ്ഥാന സൗകര്യം, അത് റോഡാകട്ടെ പാലമാകട്ടെ, സ്കൂൾ കോഴഞ്ചേരി പാലം കിഫ്ബിയാണ്. എത്ര വർഷം പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യമായിരുന്നു അവിടെ ഒരു പാലം വേണമെന്ന്. പക്ഷേ കിഫ്ബി വഴിയാണ് നമുക്കത് സാധ്യമാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നു. ചോദ്യം കൂടെ, ഇപ്പോൾ ആറന്മുള മണ്ഡലത്തിലെ കുമ്മനമാണ് BJPയുടെ സ്ഥാനാർത്ഥി. പക്ഷേ ഒരു വിമർശനം വന്നിരിക്കുന്നത് മറ്റു മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് NDAക്ക് വേണ്ടി മത്സരിക്കുന്നത്. അത് റാന്നിയിലാണെങ്കിൽ 2020 സ്ഥാനാർത്ഥിയാണ്, കോന്നിയിലാണെങ്കിൽ BDJS ആണ്. അതൊരു CPM BJP ബാന്ധവം എന്ന് ആരോപണം വരുന്നുണ്ട്. അതിനെങ്ങനെ മറുപടി നൽകും? അതിൽ നമ്മുടെ കണക്കുകൾ നോക്കിയാൽ മനസ്സിലാകും. ഇപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. പാറമണ നിയോജക മണ്ഡലത്തിൽ തന്നെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുമല്ലോ മുൻകാലങ്ങളിലും ഒക്കെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വികസനം വേണം. ഇപ്പോൾ നമുക്ക് പത്തനംതിട്ട തന്നെ ഒരു സ്റ്റേഡിയം, ഇൻഡോർ സ്റ്റേഡിയം, കല്ലിട്ടുന്ന ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്. അവിടെ ഒരു തൂണ് പോലും അവിടെ ഇല്ല. അത് വേണോ? ഇപ്പുറത്ത് ഒന്നാന്തര സ്റ്റേഡിയം, നീന്തൽക്കുളം, നല്ല ഗാലറി, ട്രാക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ഇത് കൺമുന്നിലല്ലേ. അപ്പോൾ ഇത് വേണോ? അതോ കല്ലിട്ട് ഭൂമിക്കടിയിൽ കല്ല് പിടിച്ചിടുന്ന അതാണോ വേണ്ടത് എന്നുള്ളത് ആണ്. വികസന തുടർച്ചയ്ക്ക് അതുപോലെ ജനക്ഷേമത്തിനും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ ചേർത്ത് പിടിക്കും. എന്തൊക്കെ പ്രചരണങ്ങൾ നടത്തിയാലും എത്ര പ്രചരണം നടത്തിയാലും ഹൃദയത്തിലാണ്, ജനങ്ങളുടെ ഹൃദയത്തിലാണ് ഉള്ളത്. ആ സ്നേഹം ലഭിക്കുന്നുണ്ട്. ആറന്മുള നമ്മൾ ലോക്കൽ എന്നൊക്കെ പറയുന്നത് പോലെ ലോക്കൽ നേതാവാണ്. അഡ്വാൻറ്റേജ് ആണോ ശരിക്കും? ഇവിടെ ഞാൻ ജനിച്ചു വളർന്നത് ഈ മണ്ഡലത്തിലാണ്. ഈ കാലയളവിൽ അത് മഹാപ്രളയമാണെങ്കിലും മഹാമാരിയാണെങ്കിലും എല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നു, ഒരു ഭേദങ്ങളും ഇല്ലാതെ. അപ്പോൾ അതൊരു സന്തോഷത്തിൻ്റെ നന്മയുടെ അനുഭവമാണ്. ആ നന്മയും സന്തോഷവും തുടരും. 2016 2021 കൂടുതൽ ഭൂരിപക്ഷം കിട്ടി. 2026 ആകുമ്പോൾ ഭൂരിപക്ഷം എത്രയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? 21 കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കും.